അതൊരു രസമുള്ള കാര്യമാണ്. അതായത് ഞാൻ മാനുവൽ മോഡിലേക്ക് വീണ്ടും ഇട്ടു. ഒന്നുകൂടിയും പാർക്ക് പ്രസ് ചെയ്യാണ്. കൊള്ളാം അല്ലേ? ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ഇനി വാങ്ങാനുള്ള വണ്ടികൾ, ആഗ്രഹമുള്ള വണ്ടികൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പോർട്സ് കാറും സൂപ്പർ കാറൊക്കെ മാറ്റി നിർത്തിയാൽ യൂസ്ഡ് കാറിലെ ഒരു വണ്ടി, ഒരു റിയർ വീൽ ഡ്രൈവ് ഡീസൽ വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹം മനസ്സിലുള്ള ഒരു കാര്യം എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ ഒരു BMW 320D, അതായത് 2012 മുതൽ 2015 വരെയുള്ള F30 ഈ ഒരു ഡീസൽ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങണമെന്ന് ആഗ്രഹമുള്ള വണ്ടിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പിന്നിൽ കിടക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് BMW 320D ആണ്. ഡീസൽ ZF8 സ്പീഡ് ഗിയർ ബോക്സ് കൂടിയ ഈ ഒരു മോഡൽ വിൽക്കാനുള്ളതാണ്. അതായത് യൂസ്ഡ് കാർ മാർക്കറ്റിലുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി വാങ്ങാനാണെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. പക്ഷേ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോസ് ഒന്നും തന്നെ ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ ബിസിനസ്സിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ കൈ കിട്ടുന്ന വണ്ടികളെല്ലാം ഓടിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല വണ്ടികൾ വാങ്ങാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാമെന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ എന്തായാലും 320Dയെ കുറിച്ച് സംസാരിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2015 മോഡൽ, 2016 രജിസ്ട്രേഷൻ. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച വണ്ടികളിൽ, ഏറ്റവും മികച്ച ഡ്രൈവേഴ്സ് കാറുകളിൽ ഒന്നായിട്ടുള്ള ഡീസൽ കാറായിട്ടുള്ള ഈ ഒരു 320Dക്ക് തീർത്തും ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മുടെ നേരത്തിൽ. അതായത് ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾ, റിയർ വീൽ ഡ്രൈവ് വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു എന്തൂസിയാസ്റ്റിന് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് BMW 320D എന്ന് പറയുമ്പോൾ 30 ലക്ഷം താഴേക്ക് വണ്ടി കിട്ടാണ്ടെന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. അപ്പോൾ മുൻവശം കണ്ടില്ല, ഇത്തിരി ലോങ് ആയിട്ടുള്ള ആ ഒരു ഹുഡും ആ ഒരു LED ഹെഡ് ലാംപ്സും ആ ഒരു കിഡ്നി ഗ്രില്ലും. കിഡ്നി ഗ്രിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ BMW ഗ്രില്ല് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രില്ല് കാണാൻ നല്ല ഭംഗിയുള്ള ഗ്രില്ലാണ്. ഫോഗ്ലാമിന് ആ ഒരു ഉള്ളിൽ കാണുന്ന ഫിന്നും, അതുമാത്രമല്ല ലിപ്പ് പോലുള്ള സ്പോയിലറിൻ്റെ കളറുകളുടെ ആ ഒരു കാര്യമൊക്കെ തന്നെ ഒരു ഭംഗിയായിട്ട് കാണാം. അതുമാത്രമല്ല സൺറൂഫുള്ള മോഡലാണ്. അങ്ങനെ പറയുമ്പോൾ ഇത് സ്പോർട്ട് ലൈനാണ്. പക്ഷേ സ്പോർട്ട് ലൈൻ ആണെങ്കിലും ആ ഒരു സൺറൂഫ് ഉണ്ട് എന്നുള്ളത് പറയാം. ഒരു സെഡാൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് BMW 320D കണ്ട് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്ട് എന്നുള്ള ആ ഒരു ലോഗോ കാണാം. അതുമാത്രമല്ല BMW എന്ന് പറയുന്ന ആ ഒരു വീൽ കപ്പിൻ്റെ മുകളിൽ കാണുന്ന ഒരു കപ്പ് ഉണ്ടല്ലേ, സിൽവറാണ് വീൽ ഫിനിഷ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ടയർ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. 225 ആ ഒരു 50 R17 ആണെന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ഒരു വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ കൊള്ളാം. അപ്പോൾ പിന്നിൽ വരുമ്പോൾ ആ ഒരു സ്റ്റാഗറിങ് സെറ്റപ്പ് ആണെന്നുള്ളത് മനസ്സിലാവും. അതുമാത്രമല്ല ആ ഒരു ടെയിലിൽ അല്ലെങ്കിൽ ആ ഒരു പിന്നിൽ നമുക്ക് ഒരു ഷാർക്ക് ഫിൻ ആൻഡ്ര കാണാം. ആ ഒരു പിന്നിലെ ഗ്ലാസിൻ്റെ മുകളിൽ ആ ഒരു ഡീഫോക്കേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി മോണിക്കറും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ 320D എന്നുള്ളതും ആ ഒരു BMW ലോഗോ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല ബൂട്ട് തുറന്നാൽ ഇതിനകത്ത് സ്പെയർ വീൽ ഉണ്ട്. അത്യാവശ്യം വലിയ ഈ ഒരു ബൂട്ടിൻ്റെ ഭീമഭാഗം ആ ഒരു വീൽ അപഹരിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്ഥലമുണ്ടെന്ന് കാണാം. അത് മാത്രമല്ല ഈ ഒരു കാർപ്പറ്റിംഗ് ഒക്കെ നല്ല മനോഹരമാണ്. അതൊന്നും പറയേണ്ടതില്ല, കാരണം BMW ആണ്. അപ്പോൾ BMWൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി വണ്ടിക്ക് വേണം. 320Dയുടെ ആ ഹുഡ് പൊക്കി കഴിയുമ്പോൾ ആ ഒരു 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ കാണാം. മൈറ്റി ആയിട്ടുള്ള ഒരു എഞ്ചിൻ കാണാം. ഈ ഒരു എഞ്ചിൻ്റെ കാര്യം എന്ന് പറയുന്നത് 183 bhpയും അതുമാത്രമല്ല 320 Nm ടോർക്കുമുള്ള ഡീസൽ എഞ്ചിനാണ്. 320 ആണോ 380 ആണോ എന്നുള്ളത് ഒരു ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. കാരണം അന്ന് ഇറങ്ങിയ മോഡലല്ലേ. ഈ ഒരു F30ൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നാലും ബോണറ്റിന് ശേഷം കാണാം ആ ഹുഡിന് ആ ഒരു എന്താ പറയുക ഹൈഡ്രോളിക് ഷട്ടുകളുണ്ട്. അത് മാത്രമല്ല വലിയ ഒരു എഞ്ചിൻ പേ ആണ് കേട്ടോ. ആ ഒരു ബോണറ്റിൻ്റെ നീളം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആ ഒരു LED ലൈറ്റിൻ്റെ കാര്യം ഒന്നുകൂടി അടുത്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് എന്തുകൊണ്ട് BMW 320D ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണ്. അതിൽ ലളിതമായിട്ട് പറഞ്ഞാൽ, വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെർഫോമൻസും അത് മാത്രമല്ല ഡീസലിൻ്റെ ടോർക്കും ആ ഒരു റിയർ വീൽ ഡ്രൈവ് കോമ്പിനേഷനും ZF8ൻ്റെ ആ ഒരു ഷിഫ്റ്റിംഗ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാണെന്നുള്ളതാണ്. അപ്പോൾ F30 എന്ന് പറഞ്ഞ മോഡൽ, ആ ഒരു മോഡലിൻ്റെ ചാമെന്ന് പറയുന്നത് വേറെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അകത്തെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹെഡ് റെസ്റ്റും അല്ലെങ്കിൽ സീറ്റും ഈ സീറ്റിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്സും അത് മാത്രമല്ല ഈ ഒരു ഡാഷ്ബോർഡൊക്കെ തന്നെ മനോഹരമാണ് എന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ്. ആ ഒരു സ്ക്രീൻ, ഫ്ലോട്ടിംഗ് സ്ക്രീനും അതിൻ്റെ നടുവിലെ ലോക്ക് ബട്ടണും ഹസാർഡ് ലൈറ്റും ഈ ഒരു വെൻറ്റുകളും താഴെ കാണുന്ന AC കൺട്രോൾസിലെ ആ ഒരു ഓറഞ്ച് ലൈറ്റിങ്ങും അത് മാത്രമല്ല താഴെ കാണുന്ന ഈ ഒരു ആഷ്ട്രേ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു സിഗരറ്റ് ലൈറ്റർ ഉണ്ട്. ആഷ്ട്ര ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. ഇത് 2015 വേണ്ടിയിട്ട് കാണണം. ഇതാണ് BMW 320യുടെ ഗിയർ ലിവർ. അപ്പോൾ D ആണ്. ഞാനത് ന്യൂട്രാക്കാനായിട്ട് നോബ് വേണ്ട. പക്ഷേ നോബ് പിടിച്ച് ഞാനത് മാനുവൽ മോഡ് ഇട്ടാണ്. അതായത് ഡ്രൈവർ ഇട്ടു, മാനുവൽ മോഡ് ഇട്ടു. ഇനി അങ്ങനെ മാനുവൽ മോഡിൽ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ പാർക്ക് പ്രസ് ചെയ്യാണ്. ആ ഗിയർ ലിവർ ചാടി തിരിച്ച് കണ്ടോ. അതൊരു രസമുള്ള കാര്യമാണ്. അതായത് ഞാൻ മാനുവൽ മോഡിലേക്ക് വീണ്ടും ഇട്ടു. ഒന്നുകൂടിയും പാർക്ക് പ്രസ് ചെയ്യാണ്. കൊള്ളാം അല്ലേ? ഇനി ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡർ കിട്ടും. അതായത് ഒന്നുകിൽ ട്രേ അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ, ആ ഒരു കാര്യമുണ്ട്.
ഇനി ഇവിടെയാണ് ആ ഡ്രൈവ് മോഡ് മാറ്റുള്ള സ്വിച്ചുകൾ. സ്പോട്ടൊന്നും ഇക്കോപ്രോ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു 2 ലേബലുകളിൽ എനിക്ക് തോന്നുന്നു കുറേ അധികം മോഡുകളുണ്ട്. നമുക്ക് മോഡുകൾ മാറ്റി കാണിക്കാം. അത് മാത്രമല്ല iDrive കൺട്രോൾസ് ഉണ്ടോ. ഈ കൺട്രോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ആംബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ആ സ്ക്രീൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാര്യമായിട്ട് കാണാം. അതായത് ഇപ്പോൾ സ്ക്രീനാണ്, ഞാൻ ആ ഒരു iDrive വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മെനു, ആ ഒരു മൾട്ടിമീഡിയ, റേഡിയോ, ടെലിഫോൺ, കോൺടാക്ട്സ്, കണക്ട് ഡിവൈസ്, വെഹിക്കിൾ ഇൻഫർമേഷൻ സെറ്റിങ്സ്. ആ വെഹിക്കിൾ ഇൻഫർമേഷനകത്ത് ഞാൻ ഒന്ന് പോയിട്ട് ആ ഒരു വെഹിക്കിൾ ചാർജ്, ട്രിപ്പ് കമ്പ്യൂട്ടർ, ഓൺബോർഡ് കമ്പ്യൂട്ടർ, പിക്ചർ സെർച്ച്, ക്വിക്ക് റെഫറൻസ്, എഫിഷ്യൻ ഡൈനാമിക്സ്. അപ്പോൾ ഈ ഒരു iDrive വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഈസിയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി വീണ്ടും ഞാൻ ആ ഒരു ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്റ്റഡ് ഡിവൈസ്, കോൺടാക്ട്സ്, ടെലിഫോൺ, റേഡിയോ, മൾട്ടിമീഡിയ, CD, എക്സ്റ്റേണൽ ഡിവൈസ്, സൗണ്ടിനകത്ത് നമുക്ക് ആ ഒരു ട്രബിൾ, ബാസ്, ബാലൻസ്, ഫേഡ് കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ടച്ച് അല്ല, iDrive വെച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2015 ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ടച്ച് എന്ന് പറയുന്ന സംഗതി അത്ര കോമൺ ആവുന്നതിന് മുന്നേ തന്നെ ഈ iDriveൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. iDrive ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണെന്നുള്ള കാര്യമാണ്. അതുപോലെ CD ചേഞ്ചറും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. CD ചേഞ്ചറല്ല, CD കാണാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ക്രീനാണ്, തത്വത്തിൽ ചെറുതാണെങ്കിൽ കൂടി. ഇനി മീറ്റർ കൺസോളിൽ ആ ഒരു എന്താ പറയുക സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഞാൻ ആ ഒരു ഡ്രൈവ് മോഡ് മാറ്റി കാണിക്കാം. സ്പോർട്ട് പ്ലസ്, അതല്ലെങ്കിൽ സ്പോർട്ട്, കംഫർട്ട്, ഇക്കോപ്രോ, ഈ മോഡുകളാണ്. അപ്പോൾ സ്പോർട്ട് പ്ലസിലാണ് നമ്മളിത് ഓടിക്കാൻ പോകുന്നത് എന്തായാലും. അപ്പോൾ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എഞ്ചിൻ ടെമ്പറേച്ചറും കൂടാതെ ഈ ഒരു ഫ്യൂൽ മീറ്ററും കാണാം നമുക്ക് പുറത്തായിട്ട്. ഇനി സ്റ്റിയറിംഗിൻ്റെ മുകളിലാണെങ്കിൽ അത്യാവശ്യം കൺട്രോൾസും കാണാം. BMW ലോഗോ ഉണ്ട്, വലിയ സ്റ്റിയറിംഗ് ആണ്, അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ആണ്, നൈസ് സ്റ്റിയറിംഗ് ആണ്, റൗണ്ടുള്ള സ്റ്റിയറിംഗ് ആണ്. എല്ലാം എന്ന് പറയുന്നത് ലിമിറ്ററാണ്. കൂടാതെ ഇവിടെ മോഡും അല്ലെങ്കിൽ ആ ഒരു കോൾ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും കാണാം. എനിക്ക് തോന്നുന്നു ബ്ലൂടൂത്ത് കൺട്രോൾസ് കൂടിയുള്ള ഒരു സിസ്റ്റമാണത്. ഇനി ഇവിടെ ഓട്ടോ ഹെഡ് ലാംപ്സും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സ്വിച്ചുകളൊക്കെ ഫോങ്ങിലാണ്ട് സ്വിച്ച് കാണാം. ഈ ഒരു വെൻറ്റിന് താഴെ കൊടുത്ത ഈ ഒരു റെഡ് ലൈനിങ് ഉണ്ടല്ലോ, അത് തീർത്തും മനോഹരമായ ഒരു ടച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സ്പോട്ട് ലൈൻ്റെ. ലോക്ക് ചെയ്യാവുന്ന ഗ്ലോ ബോക്സിൻ്റെ ലോക്കബിൾ ലിഡ് എനിക്ക് ഗുണമുള്ള കാര്യമായിട്ട് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഹോട്ടൽ പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വാലേ പാർക്കിങ്ങിന് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ആ ഒരു ലോക്കബിൾ ആയിട്ടുള്ള കാര്യം നല്ലതാണ്. അതുപോലെ ആ ഒരു ഡോർ ഹാൻഡിലെ വലിപ്പം, ആ ഒരു വലിപ്പം കൂടി ഡോർ ഹാൻഡിൽ എനിക്ക് ഇഷ്ടമാണെന്നുള്ളതാണ്. മാത്രമല്ല ഈ ബ്ലാക്ക് തീം നല്ല അഴകുണ്ട് എന്നുള്ളൂടി പറയാം. ഇതാണ് സൺറൂഫ്. ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ സൺറൂഫ് എല്ലാ വണ്ടിയും കാണാമെങ്കിൽ കൂടി 2015 ലക്ഷറിയാണ്. അപ്പോൾ ആ ലൈറ്റ് കണ്ടോ. ഈ സൺറൂഫിലേക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഈ സൺറൂഫിൻ്റെ മുന്നിൽ വെൻറ്റുകളുണ്ട്. ആ വെൻറ്റുകളിലൂടെ വെളിച്ചം വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്കിതങ്ങ് തുറക്കുകയും ചെയ്യാം. പിന്നെ BMW 320D കാര്യം പറയുമ്പോൾ ഈ ഒരു സീറ്റിൽ ഞാൻ ഇരിക്കുന്ന ഇരിപ്പ്, അതായത് ശരിക്കും ബോൾസ്റ്ററിങ്ങുള്ള, ശരിക്കും സപ്പോർട്ടുള്ള നല്ല സീറ്റാണ്. കാരണം നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ 183 PS എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇപ്പോൾ 300 HP, 350 HP, 400 HP, 500 HP വണ്ടികളൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി യാത്രയുണ്ട്. പക്ഷേ അത്യാവശ്യം പ്രാപ്തമായിട്ടുള്ള പവർ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം. നമ്മുടെ ഒരു ഡ്രൈവിങ്ങിലൊക്കെ വെച്ച് അത്യാവശ്യം നല്ല പവർഫുൾ തന്നെയാണ് ഈ ഒരു BMW 320D എന്നുള്ളതാണ്. ഇനി ഫോർ എ റെഫറൻസ്, ഇതാണ് BMW 320D ഇലക്ട്രിക് സീറ്റ്. 2 മെമ്മറി കൂടിയുണ്ട്. ഇത് നമുക്കിങ്ങനെ പിടിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പൈസ പോട്ടെ. ബാക്ക് സീറ്റ് ആവശ്യത്തിനുണ്ടെന്നേ പറയുള്ളൂ. കുറച്ചുകൂടി ബാക്ക് സീറ്റിലെ ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത് 520D 530D ഒക്കെ വാങ്ങുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ നമുക്ക് ക്യാബിൻ ലൈറ്റ് ഉണ്ട്, ആ ഒരു നടുവിലായിട്ട് ക്യാബിൻ ലൈറ്റ് ഉണ്ട്. കൂടാതെ ഗ്രാബ് ഹാൻഡിൽ, കർട്ടൻ എന്ന് പറയുമ്പോൾ സൺഷെയ്ഡ്, അതുപോലെ ഇവിടെ ഒരു മിഡിൽ ഹാം ഉണ്ടെങ്കിൽ കൂടി 2 പേർക്ക് നന്നായി ഇരിക്കാൻ പറ്റും. സീറ്റ് ബെൽറ്റുകൾ, പ്രോപ്പർ ചെയറുള്ള സീറ്റ്. അത് മാത്രമല്ല ഇവിടെ ഒരു ആമറസ്റ്റ് ഉണ്ട്. ആമറസ്റ്റ് മാറ്റി 3ാമത്തെ സീറ്റ് ആക്കാം. പക്ഷെ അങ്ങനെ ആക്കുന്നത് ക്രൂരതയാണ്. ഇനി ഇവിടെ ആ ഒരു കപ്പ് ഹോൾഡർ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇനി പിന്നിലെ ഗ്ലാസ്സിനുമുണ്ട് ആ ഒരു സൺഷെയ്ഡ്. ഇനി ആർക്കാണ് BMW 320D ചേരുക എന്നോട് പറയാം. എനിക്ക് തോന്നുന്നു എന്തൂസിയാസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു വണ്ടി നന്നായി ചേരും. കാരണം അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, അത്യാവശ്യം നന്നായി ഓടിക്കാൻ പറ്റും, ടോർക്ക് ആയതുകൊണ്ട് ആ ഒരു ഇനീഷ്യൽ പവറും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതല്ല കുറച്ചും കൂടിയൊക്കെ ട്യൂൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അങ്ങനെ നമുക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ള കാശ് കുറച്ച് സ്ട്രെച്ച് ചെയ്ത ഒരു ബഡ്ജറ്റ്, ഇപ്പോൾ ആസ്പെയർ പോലുള്ള വണ്ടികളൊക്കെ വിറ്റൊരു 10-12 ലക്ഷം കൂടി കൂട്ടിയിട്ട് നമുക്കൊരു 320D ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് താഴെയുള്ള മോഡൽ 2012 മോഡൽ 13 മോഡലൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു ഗുണമായിട്ട് കാണാം. ഒരു വണ്ടിയുടെ സ്വപ്നം അല്ലെങ്കിൽ ഒരു BMW വാങ്ങണമെന്നുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഈ 320D കാണുന്നത്. പക്ഷേ സ്റ്റിൽ ABS സെൻസർ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ജർമ്മൻ കാറുകളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കാര്യം കൂടി പറയാം. നമുക്ക് എന്തെങ്കിലും വണ്ടി എടുത്ത് ഓടിക്കാം. BMW F30 2012 മുതൽ 2015 വരെയുള്ള മോഡൽ. ആ ഒരു മോഡൽ 2015 മേക്ക് 2016 രജിസ്ട്രേഷൻ. അതാണ് ഇതിൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു വിവരണം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഡീസലാണെന്ന് മാത്രമല്ല ഫോർസിൽ ഡീസലാണ്. ഏകദേശം 184 PS പവറും 380 ടോർക്കുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഓടിക്കാൻ
വേറെ വൈബാണ്. അതായത് ടീൻ സസ്പെൻഷനൊക്കെ ഇട്ട് സ്റ്റേജ് 2 ഒക്കെ ട്യൂൺ ചെയ്ത ഒരുപാട് വണ്ടികൾ നമ്മൾ നിലത്തിൽ കണ്ടിട്ടുണ്ട്, ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് വണ്ടി വാങ്ങണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു സ്പോർട്സ് അല്ലെങ്കിൽ സ്പോർട്സ് കാറൊന്നും വാങ്ങാൻ അത്ര എളുപ്പമല്ല. അത് മാത്രമല്ല ലക്ഷറി കാറുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ കൂടി യൂസ്ഡ് കാർ വാങ്ങാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ BMW 320D ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു മൈൻഡ് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ റിക്വയർമെൻറ്റ് റിയർ വീൽ ഡ്രൈവ് ആണ്. രണ്ടെന്ന് പറയുന്നത് ഡീസലാണ്. ഡീസലാകുമ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാവും. അതായത് നമ്മൾ കുറച്ച് കാശൊക്കെ കൊടുത്ത് വണ്ടി മേടിച്ച് EMI അടയ്ക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വണ്ടിക്ക് 26 ലക്ഷം രൂപയോളം വില പറയുന്നത് 20 ലക്ഷം രൂപയോളം ബാങ്ക് ലോൺ കൊടുക്കുമെന്നുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ട്. 2016 മോഡലായതുകൊണ്ട് ഈ ഒരു വണ്ടി 63,000 കിലോമീറ്റർ 64,000 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി വാങ്ങുമ്പോൾ ഗുണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു EMI അടച്ച് ഓടിക്കുമ്പോൾ ആ ഒരു എഫിഷ്യൻസി, അതായത് ഡീസലിന് 18.8 കിലോമീറ്റർ ഒഫീഷ്യലി പറയുന്ന ഒരു വണ്ടിക്ക് 15-16 നമ്മുടേതായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ സ്പോർട്സ് പ്ലസ് മോഡാണ്, ESP ഓഫാണ് കേട്ടോ. ഫണ്ണിന് ഫണ്ണ്, പവറിന് പവർ, അതുപോലെ എന്താ പറയുക മൈലേജിന് മൈലേജ്. അതാണ് ഡീസൽ ആ ഒരു F30 ഈ ഒരു BMW ഗുണം. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കുറവുകൾ കുറച്ചും കൂടി കൂടിയ മോഡലിന് ആ ഒരു എന്താ പറയുക പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, അത് നമുക്കിവിടെ മിസ് ചെയ്യും. അത് മാത്രമല്ല സ്റ്റിയറിങ്ങിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ BMW സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും എന്തൂസിയാസ്റ്റ് പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്, ഇത് ഇലക്ട്രിക് ആയിട്ടില്ല, പിന്നീടാണ് ഇലക്ട്രിക്. അതുപോലെ തന്നെ ആ ഒരു റൺഫ്ലാറ്റ് ടയർ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്കില്ല, അതിന് 4 ടയറുകൾ സാധാ ടയറാണ്. അതുകൂടെ സ്റ്റെപ്പിന് കൂടി നമ്മൾ കണ്ടു, സ്പെയർ വീൽ കണ്ടു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പ്രിസൈസ് ആണ്. നമുക്ക് ലൈൻ ചേഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക കോർണറിംഗ് എന്നൊക്കെ പറയുന്നത് തീർത്തും ഇൻസ്റ്റൈൻ സ്പീഡിലൊക്കെ നമുക്ക് ചിന്തിക്കാതെ എടുത്തു പോകുന്ന തരത്തിലുള്ള ഒരു ഫീലും ഫണ്ണും ഉണ്ട് എന്നുള്ളത് ഈ ഒരു 320 എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ബ്രേക്സ് അത്യാവശ്യം നല്ല ബ്രേക്സ് ആണ്. ഈ ഒരു ZF8 എന്ന് പറഞ്ഞ ഒരു ഗിയർ ബോക്സിൻ്റെ ലേറ്റസ്റ്റ് സ്പീഡ്, അതിൻ്റെ ഒരു കാര്യം കൂടി ഈ ഒരു കാര്യത്തിൽ പറയണം. കാരണം ഓട്ടോമാറ്റിക്കുകൾ മാനുവലിനെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ മാനുവലിനെ ഓവർടേക്ക് ചെയ്യും പെർഫോമൻസ് എന്നുള്ളതൊക്കെ ശരിക്കും ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഈ ഒരു ZF8 പോലുള്ള ഗിയർ ബോക്സിൽ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ലൈറ്റ്നിങ് ക്യുക്ക് ആയിട്ടുള്ള ഷിഫ്റ്റും അതുപോലെ തീർത്തും ഇൻസനായിട്ട് നമുക്ക് ആ ഒരു റെഡ് ലൈനിലേക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ഈ ഒരു ZF8 ഗിയർ ബോക്സിൻ്റെ ഈ ഒരു എഞ്ചിൻ കോമ്പിനേഷൻ്റെ ഒരു ഗുണമായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് BMWൻ്റെ ആ ഒരു 320D ഇഷ്ടമാണെന്ന് ഞാൻ പറയാനുള്ള കാര്യം. അതുകൂടാതെ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തൂസിയാസ്റ്റിക്കുമാണ്, എന്നാൽ കംഫർട്ടബിളാണ്. ഇപ്പോൾ ഡ്രൈവേഴ്സ് കാർ എന്ന നിലയ്ക്ക് മാത്രമല്ലാതെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിളായിട്ട് യാത്രയാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് കൂടി ഒരു BMW 320D കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യമുണ്ട്, നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് വണ്ടികളിലേക്ക് നമ്മളെ അടുപ്പിക്കുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള വണ്ടി, പ്രിയപ്പെട്ട വണ്ടി ഏതെന്ന് വെച്ചാൽ ലാംബോർഗിനി ഹുറാക്ക ആണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോർഷെ GT3 RS അങ്ങനെയൊക്കെ പറയാം. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് എണ്ണയടിച്ച് നമ്മുടെ ആ ഒരു കയ്യിലുള്ള കാശിന് കൊടുത്ത് കിട്ടുന്ന വണ്ടികൾ കിട്ടുന്ന ഫണ്ട് നോക്കി ഡ്രിഫ്റ്റിംഗ് ഒക്കെ ലൈറ്റായിട്ട് പഠിക്കാനൊക്കെ ഉള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു BMW 320D കവച്ച് വെക്കാൻ ഒരു വണ്ടിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിന് ചേരുന്ന വണ്ടിയാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ യൂസ് കാർ മാർക്കറ്റിൽ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഈ ഒരു വണ്ടികളിൽ നല്ല കണ്ടീഷൻ വണ്ടികൾ കണ്ടെത്തുന്നത് അത് എളുപ്പമുള്ള കാര്യമില്ല. അതായത് അത്യാവശ്യം ഓടിയിട്ടുണ്ടാവും. ഇപ്പോൾ ജർമ്മൻ കാറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, DSG, അതായത് Volkswagen DSG വണ്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് 50,000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ വാങ്ങുന്നത് അല്ലെങ്കിൽ പുറത്ത് ഓടിയ വണ്ടികൾ വാങ്ങുന്നത് റിസ്ക് ആണ്, ഗിയർ ബോക്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. പക്ഷേ ഈ ഒരു ഡീസൽ എഞ്ചിനും ഈ ഒരു ZF8 കോമ്പിനേഷൻ എന്ന് പറയുന്നത് തീർത്തും ഒരു ബുള്ളറ്റ് പ്രൂഫാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. ജർമ്മൻ കാറുകളിലായിട്ടുള്ള ആ ഒരു ABS സെൻസറുകളുടെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്റീരിയർ ഉരുകി പോകുന്നത്, അതുപോലെ വയറിൻ്റെ ആ ഒരു മെൽറ്റിങ്, എലി കടിക്കുന്ന കാര്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ജർമ്മൻ കാറുകൾക്കുണ്ട്. അതൊക്കെ മാറ്റി നിർത്തി നമ്മളൊന്ന് കുട്ടികളെ നോക്കുന്ന പോലെ വണ്ടി നോക്കുന്ന ആളെന്ന നിലയ്ക്ക് നമുക്കൊന്നും വിഷയമല്ല എന്നുള്ളതും നമുക്ക് അത്യാവശ്യത്തിന് ഈസി ആയിട്ട് കൊണ്ടു നടക്കാമെന്നുള്ളതും അത്യാവശ്യം എഫിഷ്യൻ്റ് ആണെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു 320D എന്ന് പറയുന്ന വാഹനം അല്ലെങ്കിൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് പ്രിയപ്പെട്ട വണ്ടികളുടെ ലിസ്റ്റിൽ ആദ്യ ലിസ്റ്റുകളിൽ ഒന്നാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു 320D വാങ്ങണമെന്നുള്ള ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്നുള്ളതല്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് അജുവിൻ്റെ പോലുള്ള ആളുകളുടെ അടുത്ത് ഇതുപോലുള്ള വണ്ടികൾ വരുമ്പോൾ ഒന്ന് എടുത്ത് ഓടിക്കാനും ഇത് നമുക്ക് പറ്റിയ വണ്ടിയാണോ, ഫിനാൻഷ്യലി നമുക്കത് ചേരുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ നോക്കാനും ഒക്കെ ഒരവസരം കിട്ടുമ്പോൾ നമ്മളത് വിടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, നമുക്ക് വണ്ടി ഓടിക്കുക, അതൊരു വിൻ സിറ്റുവേഷൻ ആണ്. ഞാൻ വണ്ടി ഓടിക്കുന്നു, പുള്ളി വണ്ടി എനിക്ക് കൊടുന്നു തരുമ്പോൾ ഞാൻ ആ ഒരു വണ്ടി 2 റൗണ്ട് ഓടിക്കുന്നു, വീഡിയോ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ മാത്രമേ എടുത്ത് ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം. ഈ ഒരു വണ്ടി കൊടുക്കാനുള്ളതാണ്. 26 ലക്ഷം രൂപയോളം അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള, അത്യാവശ്യം കാര്യങ്ങളുള്ള, അത്യാവശ്യം നല്ലൊരു വണ്ടി എന്ന നിലയ്ക്ക് ഒന്ന് പരിഗണിക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ഈ ഒരു 320D പർട്ടിക്കുലർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാഡൽ ഷിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാനുവലിലേക്ക് തട്ടി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം, ഡൗൺ ചെയ്യാം. Volkswagen വെച്ചത് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരിക്കും
വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചു നോക്കാൻ ആഗ്രഹം തോന്നുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ 320D നല്ല ഒരു റിലവൻസ് ഉണ്ട്. ഇപ്പോൾ 2015 ആയപ്പോൾ അല്ലെങ്കിൽ 17-18 മോഡലൊക്കെ കിട്ടുകയാണെങ്കിൽ പാഡ് ഷിഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലക്ഷറി ലൈനിലെ കുറച്ചധികം ഫീച്ചേഴ്സ്, ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ചിപ്പിൻ്റെ പ്രശ്നമാണ്, ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഇല്ലാണ്ടായി കുറച്ചല്ല, എന്നാലും ടച്ച് സ്ക്രീനുള്ള മോഡൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ നമുക്ക് പുതിയ മോഡലിൽ കിട്ടും. പക്ഷേ ഈ ഒരു ഡ്രൈവിംഗ് ഫൺ എന്ന് പറയുന്നത് ഇപ്പോൾ 184 PS ഏകദേശം ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു 380 Nm എന്ന് പറയുന്നത് പര്യാപ്തമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത്യാവശ്യം ഫണ്ടുണ്ട്, അത്യാവശ്യം ഫീൽ ഉണ്ട്, അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു ഉപയോഗപ്പെടുന്ന കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ ഒക്കെ അറിയാലോ. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതുവരെയും നന്ദി, നമസ്കാരം.